ഇസ്രായേലിനെ നെതന്യാഹുവിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതും ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യക്കാരെക്കുറിച്ച് പറഞ്ഞ ഒരു അഭിപ്രായവുമാണ് വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. UN അഥവാ യുണൈറ്റഡ് നേഷൻസ് എന്ന് കേൾക്കാത്ത അധികം പേരുണ്ടാവില്ല. എന്നാൽ ICC, ICJ യഥാക്രമം ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇവ രണ്ടിനെയും കുറിച്ചും അധികം പേർ കേട്ടിരിക്കാനിടയില്ല. എന്നാൽ ചില സമയങ്ങളിലെല്ലാം ഇവ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് എന്ന് മാത്രം. ഈ അടുത്ത സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ രാജ്യത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നൊരു വാർത്ത വന്നിരുന്നു. ഇതിൽ ICJ എന്ന സ്ഥാപനം കൃത്യമായും UN കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. അതേസമയത്ത് ICC, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, UN പരിധിയിലല്ല, അതൊരു സ്വതന്ത്ര സ്ഥാപനമാണ്. ഇതിനൊക്കെ പുറമെ നമുക്ക് ഇന്റർപോൾ എന്നൊരു സ്ഥാപനത്തെക്കുറിച്ചും കേൾക്കാം. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ആഗോളതലത്തിൽ നീതിന്യായ വ്യവസ്ഥ നിലനിർത്തപ്പെടാനും അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റകൃത്യങ്ങളെയും കുറ്റവാളികളെയും കണ്ടെത്താനും നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താനുമുള്ള സ്ഥാപനങ്ങളാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നതും കാണപ്പെടുന്നതും. ഇസ്രായേലിനെ കുറിച്ച്, അതിൻ്റെ പ്രധാനമന്ത്രിയായ നെതന്യാഹുവിനെ കുറിച്ച്, ആ രാജ്യം ഫലസ്തീനിൽ നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ച്, അതോടനുബന്ധിച്ച് ഈ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ICC, ICJ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇസ്രായേലിനും നെതന്യാഹുവിനുമെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിനെ കുറിച്ച്, ആഗോള വിലക്കുകളെക്കുറിച്ച് എല്ലാം നാം കേട്ടിട്ടുണ്ടാകാം. അന്താരാഷ്ട്ര രാഷ്ട്രീയം കൂടുതൽ അറിയണമെന്നില്ല ഈ വിഷയത്തിന്. കാരണം ലോകത്തെന്നും അസമാധാനത്തിന്റെ, അശാന്തിയുടെ വാർത്ത സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രമാണല്ലോ ഇസ്രായേൽ. അതിന്റെ പ്രധാനമന്ത്രിമാരും. ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരായ കരിമ്പട്ടികയുടെ കാര്യമെടുത്താൽ ഇതിനു മുമ്പും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും അദ്ദേഹത്തിനെതിരായി പല നടപടികളും പ്രഖ്യാപിച്ചതായി കേട്ടിട്ടുണ്ട്. ആഗോളതലത്തിൽ അദ്ദേഹത്തിനുള്ള യാത്രാവിലക്ക്, അദ്ദേഹത്തിനെതിരെയുള്ള അറസ്റ്റ് വാറണ്ട് തുടങ്ങിയവയെല്ലാം വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. ഗാസയിൽ വംശീയ ഉന്മൂലനം നടത്തിയതിന്റെ പേരിൽ ICJ പുറപ്പെടുവിച്ച ഇയാൾക്കെതിരായ യാത്രാവിലക്കുകൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ ഒന്നുപോലും കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഇസ്രായേലിനെ യാതൊന്നിൽ നിന്നും ശരിയായ രീതിയിൽ വിലക്കിയിട്ടില്ല. അവർക്കെതിരെ ഒരു ഉപരോധവും ഉണ്ടാവാറില്ല. ഇത്തരം കോടതികളുടെ വിലക്കുകൾക്കോ അഭിപ്രായ പ്രകടനങ്ങൾക്കോ വാറണ്ടുകൾക്കോ ഇസ്രായേൽ പുല്ലുവില പോലും കൽപ്പിക്കാറുമില്ല. അതേസമയം ഇത്തരം കരിമ്പട്ടികകൾക്കും UN ICCയുടെയും ICJയുടെയും ഉത്തരവുകൾക്കും ഇറാനെപ്പോലെ രാജ്യമാണെങ്കിൽ അവർ അതിന് ബലിയാടായി പോകും. കാരണം ആഗോള വിലക്കും അവർക്കെതിരായ ഉപരോധങ്ങളും പ്രതിരോധങ്ങളും മറ്റെല്ലാം വളരെ ശക്തവും അത് കർശനമായി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നവയുമായിരിക്കും. എന്നാൽ ഇസ്രായേലിനെതിരെയാകുമ്പോൾ വെറും ഒരു വാക്കിലൂടെ അത് അവസാനിച്ചിരിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യക്കാരെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് ലോകത്ത് പല പ്രബല രാജ്യങ്ങളും അദ്ദേഹത്തെ കൈവിട്ടപ്പോൾ, അദ്ദേഹത്തെ കൈയൊഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാരും ഇന്ത്യയുമാണത്രേ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴുള്ള ധാരണ. പക്ഷേ ഇന്ത്യയുടെ പക്ഷത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയും അതിൻ്റെ തലവനും ഇസ്രായേലിൽ ചെന്ന് ഫെബ്രുവരി 28 യുദ്ധം ആരംഭിക്കുന്നതിന് ഏതാണ്ട് 2 ദിവസം മുമ്പ് പോയി കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ പിതാവായി പ്രഖ്യാപനം നടത്തുകയുണ്ടായി. പക്ഷേ അത് ഇന്ത്യക്കാരുടെ മൊത്തം പിതാവായിട്ടാണെന്ന് കരുതരുത്. ഒരു ചെറിയ വിഭാഗം രാഷ്ട്രീയക്കാരുടെ അവരുടെ തലവന്റെയും മാത്രം പിതാവാണ് ശ്രീ നെതന്യാഹു. അതല്ലാതെ 142 കോടി ജനസംഖ്യയുള്ള മുഴുവൻ ഇന്ത്യക്കാരുടെയും പിതാവ് നെതന്യാഹു അല്ല, ഇസ്രായേലുമല്ല. 142 കോടിയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർക്ക് നേരത്തെ തന്നെ പിതാവുണ്ട്, ഇന്ത്യയുടെ പിതാവ്. 5000 കൊല്ലം മുമ്പുണ്ടായ ഒരു ജനതയ്ക്ക്, ഒരു നാഗരികതയ്ക്ക് 1948 മുതലുണ്ടായ ഒരു രാഷ്ട്രം എങ്ങനെയാണ് പിതാവാവുക? അതെങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ പൈതൃകമാവുക? ഏതായാലും ലോകം ഇസ്രായേലിനെയും അതിന്റെ പ്രധാനമന്ത്രിയെയും കരിമ്പട്ടികയിലും മറ്റ് ക്രിമിനൽ കേസിലും വംശീയ ഉന്മൂലനത്തിന്, ജനോസൈഡ് കേസുകളിലും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ പോലെ ഒരു രാഷ്ട്രം, അതിലൊരു ചെറിയ രാഷ്ട്രീയ കക്ഷി, തൽക്കാലത്തേക്ക് ഭരണാധികാരത്തിലുള്ള ഒരു കക്ഷി അതിന്റെ തലവൻ ചെന്ന് കെട്ടിപ്പുണർന്ന് പൈതൃകം അദ്ദേഹത്തിന് കൊടുക്കുന്നത്.
രാഷ്ട്രത്തിന്റെ പൈതൃകം, മഹത്തായ ഈ രാഷ്ട്രത്തിന്റെ പൈതൃകം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. ഏതായാലും നെതന്യാഹു അതിൽ സന്തുഷ്ടനാണ്. കാരണം ഇന്ത്യയെങ്കിലും ഉണ്ടല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ ആശ്വാസം. പക്ഷെ ഇന്ത്യ അല്ല അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളത്. ഇന്ത്യയിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രമാണ്. അവരാകട്ടെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സ്നേഹമാണ് ഇസ്രായേലിനോട് പ്രകടിപ്പിക്കുന്നത്. ഇസ്രായേലികൾക്ക് ആരോടാണോ ശത്രുത, അവരോട് തന്നെയാണ് ഇന്ത്യയിലെ ഈ പിതാവ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നവരുടെയും ശത്രുത എന്ന നിലക്കാണ് അവർ ഒന്നിച്ചു ചേരുന്നത് ഒരു ഭാഗത്ത്. അതായത് ഇസ്രായേലിനോടുള്ള സ്നേഹം ശത്രുവിന്റെ ശത്രുവിനോടുള്ള മൈത്രി ആയിട്ട് വേണം കണക്കാക്കാൻ എന്നർത്ഥം. ലോകത്ത് ക്രിമിനൽ എന്നും ശിശുഹത്യക്കും യുദ്ധക്കെടുതികൾക്കും യുദ്ധമുഖത്തും അവരുടെ തടവറകളിലും ലൈംഗിക അതിക്രമങ്ങൾ നടത്തി എന്ന കാര്യത്തിനുമാണ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയുന്നു. പക്ഷെ ആ കരിമ്പട്ടിക എന്നുള്ള ആ പട്ടിക എന്ന വാക്കോട് കൂടെ അവസാനിച്ചു. അതിന് പേരിൽ അദ്ദേഹത്തിന് യാതൊരു നിയമ നടപടികളും നേരിടേണ്ടതായി ഇന്നേ വരെ വന്നിട്ടില്ല, ഇനി വാഴാനും പോകുന്നില്ല. കാരണം ഈ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ മുഴുവനും നിഷ്പക്ഷമാണെന്ന് പറയാനാകാത്ത വിധം വർഷങ്ങളായി അവയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും. UN, ICJ, ICC, ഇന്റർപോൾ ഇവയെല്ലാം തന്നെ, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരു ആഗോള സമൂഹത്തിന് അത്യന്താപേക്ഷിതമായ സംവിധാനങ്ങളാണെന്ന് പറയാം. പക്ഷെ അവയുടെ ദൗത്യം എത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് നിർവഹിക്കുന്നത് എന്നതിലാണ് നമുക്ക് വിഷമമായി തോന്നുന്നത്. കാരണം ഇത്തരം സംവിധാനങ്ങൾ തീർച്ചയായും ഈ ലോകക്രമം നിലനിർത്തുന്നതിനും ലോകത്ത് നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതിനും സമാധാനം ഉണ്ടാകുന്നതിനും ഇതൊക്കെ ആവശ്യമാണെങ്കിലും ഈ സ്ഥാപനങ്ങൾ അവയുടെ ധർമ്മം നിർവഹിക്കുന്നതിൽ വ്യക്തമായ പക്ഷപാതങ്ങൾ പലപ്പോഴും പ്രകടിപ്പിച്ചതായോ അഥവാ അങ്ങനെ സംഭവിച്ചതായി നമുക്ക് തോന്നലോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ തന്നെ ചില രാജ്യങ്ങൾ സ്വമേധയാ ശ്രീ നെതന്യാഹുവിന് ഇസ്രയേലിൽ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന, പലസ്തീനിൽ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന അതിക്രമങ്ങളുടെ പേരിൽ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിയമവശാൽ ICCയുടെ പല വാറണ്ടുകളും മറ്റും അദ്ദേഹത്തിന് നിയമം മൂലം യാത്ര തടസ്സം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അപൂർവമായി മാത്രം അദ്ദേഹം ഇസ്രയേലിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സഖ്യരാജ്യങ്ങളായ ഇന്ത്യ, UAE പോലെയുള്ള സ്ഥലങ്ങളിലേക്കാണ്, അതീവ രഹസ്യമായിട്ട്. ഏതായാലും ഇന്ത്യയിലെ ഒരു ചെറു വിഭാഗം രാഷ്ട്രീയക്കാരും അറബ് ഗൾഫ് മേഖലയിലെ ഒരു കൊച്ചു രാജ്യവും ഇദ്ദേഹത്തിന്റെ കൂട്ടിനുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്പെയിൻ, അയർലാൻഡ് പോലെയുള്ള നിരവധി രാജ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ചെയ്തികളെ നിശിതമായി വിമർശിക്കുന്നവരായും ഭൂമുഖത്തുണ്ട് എന്നുള്ള ഒരു ആശ്വാസമുണ്ടല്ലോ, അത് മതി. ഏതായാലും 5000 വർഷം പ്രായമുള്ള ഇന്ത്യക്ക് 100 വർഷത്തിൽ കുറവ് പ്രായമുള്ള ഒരു പിതാവിനെ കിട്ടി എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇസ്രായേലിനും ഈ ലോകത്ത് മുഴുവൻ ഒറ്റപ്പെട്ട ഈ അവസ്ഥയിൽ ഇന്ത്യയെപ്പോലെ പ്രബലമായ ഉന്നതമായ ഒരു രാഷ്ട്രത്തിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് അഭിമാനിക്കാം. യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ലെങ്കിലും